ഒരു അധ്യാപകന് how to create a question, how to submit it to the students, how students can submit the answers, and how teachers can grade the answer എന്നീ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോയുടെ 3-ാം ഭാഗമാണിത്. ഇനി അധ്യാപകന് സ്റ്റുഡൻ്റ് അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വാല്യൂ ചെയ്ത് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതായത് അധ്യാപകന് സബ്മിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അധ്യാപകൻ്റെ ക്ലാസ് റൂം പേജിൽ എങ്ങനെ കാണാം, അവയ്ക്ക് എങ്ങനെ മാർക്ക് ഇടാം, എങ്ങനെ ഗ്രേഡ് തിരിച്ചയക്കാം എന്നുള്ളതാണ്. ടീച്ചർ ഗൂഗിൾ ആപ്സ് തുറന്ന് ഗൂഗിൾ ക്ലാസ് റൂം തുറക്കുന്നു. ഇതുപോലെ വരും. +1 സയൻസ് എയിലാണ് നമ്മൾ ചെയ്തത്. ഒരു കുട്ടി ഇപ്പോൾ +1 സയൻസ് എയുടെ സ്ട്രീം എടുത്തു. ആ സ്ട്രീമിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ടേൺഡ് ഇൻ, 0 അസൈൻഡ്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് നമ്മൾ കൊടുത്തോളൂ, ആ കുട്ടി ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രീമിനകത്ത് കുട്ടി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എത്ര കുട്ടികളാണെങ്കിലും ആ നമ്പർ ഇവിടെ എത്ര കുട്ടികൾ കൊടുത്തു, അതിൽ എത്ര പേർ ചെയ്തു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ നോക്കാം. 38 പേർക്ക് അസൈൻ ചെയ്തിട്ട് 3 പേരാണ് ടേണിന് അയക്കിയിരിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇവിടെ 2 പേര് അസൈൻ ചെയ്തിട്ടുണ്ട്, ഒരാൾ മാത്രം ടേണിനായിട്ടുണ്ട്. ഈ ഉദാഹരണത്തിൽ 28 പേർക്ക് അസൈൻ ചെയ്തു, 12 പേർക്ക് ഗ്രേഡ് അനുവദിച്ചു കൊടുത്തു, ഒരാൾ അതിനുശേഷം ടേണിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഇതിൽ 39 പേർക്ക് അസൈൻ ചെയ്തു, 2 പേർക്ക് മാത്രമേ ഗ്രേഡ് കൊടുത്തിട്ടുള്ളൂ, പിന്നീട് ആരും ടേണിൻ ചെയ്തിട്ടില്ല. എത്ര പേര് വന്നു, എത്ര പേർക്ക് മാർക്ക് ഇട്ടു എന്നൊക്കെ നമുക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിൽ നോക്കാം. ഇതിൻ്റെ ക്ലാസ് വർക്ക് പേജിലേക്ക് പോവുകയാണ്. ക്ലാസ് വർക്ക് മിനറൽ ന്യൂട്രീഷൻ്റെ അടിയിലുള്ള ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഏരിയ തെളിഞ്ഞു വരും. ഇനി വ്യൂ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക. ആ സ്ട്രീമിൽ കണ്ടാതെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. വ്യൂ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. രാജു ക്യാൻസ് ഓൾറെഡി സബ്മിറ്റഡ്, 1 ടേൺഡ് ഇൻ, 0 അസൈൻ. മറ്റാരെയും അസൈൻ ചെയ്തിട്ടില്ല. രാജു ക്യാൻ സബ്മിറ്റഡ് അറ്റ് 6:32 PM. ആൻസർ നോക്കിയാൽ The 2 groups of essential elements in plants are micronutrients and macronutrients. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം Mg is the essential element present in chlorophyll. ഇനി നമുക്കത് ഗ്രേഡ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കാം. 3-ൽ 3 കൊടുക്കാം. ആദ്യത്തെ 2 മാർക്ക്, രണ്ടാമത്തെ 1 മാർക്ക്, 3 ഫുൾ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവിങ് ആയി. ഇപ്പോൾ ഇത് ഡ്രാഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്, അതിനത് റിട്ടേൺ ചെയ്തിട്ടില്ല. ഈ സാധനം ഇപ്പോൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇവിടെ റിട്ടേൺ എന്നുള്ള ബട്ടൺ ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ മാർക്ക് ഇല്ലാതിരുന്നപ്പോൾ അവിടെ ആ ബട്ടൺ, റിട്ടേൺ ബട്ടൺ ഇങ്ങനെ ഫെയ്ഡഡ് ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കുന്നു. മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ റിട്ടേൺ എന്നുള്ള അത് ഹൈലൈറ്റഡ് ആയിട്ട് വരും. ഇവിടെ വലതുവശത്ത് നോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ആക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഗ്രേഡ് കൊടുക്കാത്തത്. ഇവിടെ ഗ്രേഡ് ഒന്നും കാണിക്കാതെ നമുക്ക് റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നു. ദി സ്റ്റുഡൻറ്റ് വിൽ ബി നോട്ടിഫൈഡ് ആൻഡ് ക്യാൻ ചെക്ക് എനി ഗ്രേഡ് യു ഹാവ് ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കമൻറ്റ് കൊടുക്കാം. ഗുഡ്. ഈ കമൻറ്റ് കുട്ടിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ജനറൽ അല്ല. ഇവിടെ പേഴ്സണൽ കമൻറ്റാണിത്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ കൊടുത്തു, റിട്ടേൺ ചെയ്ത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ നോ ഗ്രേഡ് എന്നുള്ളിടത്ത് 3-ൽ 3 ഗ്രേഡ് വന്നു. ഇത്രയുമാണ് ഒരു സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ചെയ്ത ആൻസർ നോക്കി ഗ്രേഡ് കൊടുക്കുന്നതിൻ്റെ സ്റ്റെപ്പുകൾ. ഇനി ടീച്ചറിൻ്റെ ക്ലാസ് റൂം പേജിലെ ഗ്രേഡ് പേജിലേക്ക് നമുക്ക് പോകാം. അവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഗ്രേഡ് എങ്ങനെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. സ്ട്രീം പേജിലേക്ക് പോയിട്ട് ഗ്രേഡ് പേജിലേക്ക് പോകുന്നു.
ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ഗ്രേഡുകളും എല്ലാ കുട്ടികളുടെയും എല്ലാ ഗ്രേഡുകളും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഗ്രേഡ് ടീച്ചർ ഗ്രേഡ് കൊടുത്തിട്ടുള്ള ഷീറ്റാണിത്. മറ്റുള്ള കുട്ടികൾക്കൊന്നും അസൈൻ ചെയ്തിട്ടില്ല. ഇവിടെയാണ് രാജു കെന് ആ മാർക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വ്യൂ സബ്മിഷനിലേക്ക് പോകാം. വീണ്ടും അതേ മറ്റേ പേജിലേക്ക് പോയിട്ട് നമുക്ക് ആ കുട്ടി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ വീണ്ടും കാണാൻ പറ്റും. സ്ട്രീം പേജിലേക്ക് പോകുന്നു. സ്ട്രീം പേജിൽ നിന്ന് ഗ്രേഡ് പേജിലേക്ക് പോയാൽ അവിടെ ടീച്ചർ എന്ന നിലയിൽ കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റുകളും അവിടെ ഡേറ്റ്, എത്ര സ്കോറുകളാണ് ഓരോ കുട്ടിയും കൊടുത്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റുകൾ ചെയ്തിട്ടില്ലാത്തവരുടെ കോളത്തിൽ മിസ്സിംഗ് എന്ന് കാണിക്കും. ഇതെല്ലാം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഈ ഫോമിൽ ഉണ്ടാകും. ഗൂഗിൾ ക്ലാസ് റൂം ക്വസ്റ്റ്യൻ ആസ്കിങ്ങിൻ്റെ മെത്തഡോളജിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. അവസാനം CE മാർക്ക് ഇടുന്ന സമയത്ത് അസൈൻമെൻറ്റുകളും ക്ലാസ് ടെസ്റ്റുകളും അടക്കം എല്ലാ തരത്തിലുള്ള വർക്കുകളുടെയും ഒരു ഗ്രേഡ് ഷീറ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും കഴിയും. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാമെന്നും അത് ക്രിയേറ്റ് ചെയ്യുന്നതും സബ്മിറ്റ് ചെയ്യുന്നതും അടക്കം, അതിനുശേഷം കുട്ടികൾ എങ്ങനെയാണ് അത് ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യുന്നതെന്നും പിന്നീട് ടീച്ചർ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന് ഗ്രേഡുകൾ അനുവദിച്ചു കൊടുക്കുന്നതെന്നും മനസ്സിലായി കാണുമല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ് വർക്കിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന രീതി ഈ വീഡിയോയോടുകൂടി പൂർണ്ണമാകുന്നു. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, like and share Raju Science World for more videos.